ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇത്ര ഉള്ള ക്വസ്റ്റ്യൻ പറയുന്നത്, അതായത് ഒരു ക്രെയിന്. ഓക്കെ, ഈ ഒരു ക്രെയിൻ എന്ന് പറയുന്നത് 1000 മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെ 20 മീറ്റർ ഉയരത്തിലേക്ക് 10 സെക്കൻഡ് കൊണ്ട് ലിഫ്റ്റ് ചെയ്തു. അങ്ങനാണെങ്കിൽ ഈ ക്രെയിനിൻ്റെ പവർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ക്രെയിനിൻ്റെ പവർ എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് ദ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? mgh ആണ് നമുക്കറിയാം. ഓക്കെ, അതായത് എമ്മിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇവിടെ എം എന്ന് പറയുന്ന മാസ് എത്രയാണ്? 1000 kg തന്നിട്ടുണ്ട്. ദെൻ 9.8 എന്ന് പറയുന്നത് എന്താടാ? 9.8 എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ജി ആണ്. ഇതിനടുത്തത് 20 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഹൈറ്റ് അല്ലേ? 20 മീറ്റർ ഹൈറ്റിലേക്ക് 10 സെക്കൻഡ് കൊണ്ട് പൊക്കി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, നമ്മളിത് 1000 × 9.8 × 20 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,96,000 ജൂള് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിനെടുത്തിരുന്ന ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണല്ലേ? അതായത് പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം ആണ്. അതായത് ഈ കിട്ടിയ വാല്യൂവിനെ നമ്മൾ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് എത്ര കിട്ടി? 19,600 എന്ന് കിട്ടി. ഓക്കെ, 19,600 വാട്ട്സ് എന്ന് കിട്ടി. അതായത് 19.6 kW എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.